بسم الله الرحمن الرحيم الحمد لله رب الحمد والصلاة والسلام على صاحب لواء الحمد وعلى آله وأصحابه أهل الصدق والمجد. قال الله تعالى: وما أرسلناك إلا رحمة للعالمين. قال النبي صلى الله عليه وسلم: لا يؤمن أحدكم أتى أكون أحب إلي من والده وولده والناس أجمعين. പ്രിയപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവറുകൾ, മറ്റു സയ്യിദന്മാർ, ജഡ്ജസ്, കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിം സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിൻ്റെ പ്രപഞ്ചം എന്ന വിഷയത്തിൽ ചില സൂചനകൾ മാത്രം നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. തിരുഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യത്തിന്റെ ലോകം എന്നുള്ളത് ഒരു പ്രവിശാല്യമായ ഒരു ലോകമാണ്. തിരുഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിന്റെ കൂടെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ തിരുഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും യാത്ര ചെയ്തുകൊണ്ടിരിക്കെ തിരുഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മരഞ്ചുവട്ടിൽ വിശ്രമിക്കുകയാണ്. ഇത് തന്റെ ശത്രുഗോത്രത്തിൽപ്പെട്ട മുഹാരിബ് ഗോത്രത്തലവൻ ദുസൂർ നിരീക്ഷിക്കുകയാണ്. ഇത് കണ്ട ദുസൂർ ഉടനെ തന്നെ തിരുഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് വാളെടുത്ത് വരികയാണ്. അങ്ങനെ വാളെടുത്ത് വന്നുകൊണ്ട് തിരുഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാളുകൊണ്ട് വിളിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു: മുഹമ്മദേ, നിന്നെ ആരാണ് ഈ വാളിൽ നിന്നെ രക്ഷിക്കുക? അപ്പോൾ തിരുഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു: എന്നെ എൻ്റെ അല്ലാഹു തആല രക്ഷിക്കും. ഉടനെ തന്നെ ദുസൂറിന്റെ ശരീരമാകെ വിറക്കുകയാണ്, വാള് നിലത്ത് വീഴുകയാണ്. ആ വാളെടുത്തുകൊണ്ട് തിരുഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു: ദുസൂറെ, നിന്നെ ആരാണ് രക്ഷിക്കുക? നിങ്ങളുടെ കൃപ മാത്രമാണെന്ന് ദുസൂർ മറുപടി നൽകുന്നു. കൃപയുടെ അങ്ങയുടെ ലോകമാണല്ലോ, കൃപയുടെ ലോകമാണല്ലോ തിരുഹബീബ് വെറുതെ വിടുന്നു. ഇതിൽ ഉത്കൃഷ്ടനായ ദുസൂർ തിരുമതം പുലകുന്നു. അതോടുകൂടി തന്നെ മുആരിബ് ഗോത്രത്തിൽ പോയിക്കൊണ്ട് ഈ മതത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അതോടുകൂടി മുഹാരിബ് ഗോത്രം ഒന്നാകെ ഇസ്ലാം മതം പുൽകുന്നു. അതുപോലെ തന്നെ തിരുഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്നിട്ട് 6 വർഷം തികയുകയാണ്. രാജാന്തര ബന്ധങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അറേബ്യൻ ഉപദ്വീപിലെ 8 രാജ്യങ്ങളിലെ അധിപന്മാർക്കും തിരുഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കത്തുകൾ അയക്കുകയാണ്. സത്യസന്ദേശത്തിന്റെ കത്തുകൾ അയക്കുകയാണ്. ഇതിലൊന്ന് കിട്ടിയത് യമാമക്കാരനായ സുമാമത്ത് ബിൻ ഉസാൽ എന്ന നാട്ടുരാജാവിനായിരുന്നു. കിട്ടിയ ഉടനെ സുമാമ ആ കത്ത് ചീന്തുന്നു. എന്നിട്ട് ശോഭിതനായി പറയുന്നു: മുഹമ്മദിനെ വധിക്കണം, മുഹമ്മദിന്റെ പ്രവർത്തനങ്ങൾ ഇല്ലാതെയാക്കണം. അങ്ങനെ ശോഭിതനാവുകയാണ്. ഇതിന്റെ അടുക്ക് പ്രവാചക അനുയായികൾ യമാമ സന്ദർശിക്കുകയാണ്. എല്ലാവരെയും നിഷ്ഠൂരമായി വധിക്കുന്നു. അങ്ങനെ അതാ സുമാമ മക്കയിലേക്ക് പുറപ്പെടുന്നു. ബിംബങ്ങളോട് വണങ്ങണം, ബിംബങ്ങൾക്ക് കാണിക്ക സമർപ്പിക്കണം. അങ്ങനെ യാത്ര മധ്യേ മദീനയിലെ പ്രാന്തപ്രദേശത്തെത്തുകയാണ്. തിരുഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയുടെ അടുത്തെല്ലാം പട്ടാളക്കാർ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അതേ ശക്തമായ കാറ്റും മഴയും വരുന്നു. അതേ സുമാമ വഴിതെറ്റുന്നു, മദീനയിലെത്തുന്നു. പട്ടാളത്തിന്റെ പിടിയിലാകുന്നു. പട്ടാളത്തിന് മനസ്സിലാകുന്നില്ല ഇതാരാണ്. തിരുഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് കൊണ്ടുവരുന്നു. എന്നിട്ടതാ പ്രതിയെ ഹാജരാക്കുന്നു. തിരുഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെല്ലാം അറിയാം. തിരുഹബീബ് വെറുതെ വിടുന്നു. സുമാമ ഇതിൽ ഉത്കൃഷ്ടനാവുന്നു. സുമാമയും ഇസ്ലാം മതം പുൽകുന്നു. സുമാമ പറയുന്നു: എനിക്ക് ഒരു കാലത്ത് ഏറ്റവും വെറുപ്പുള്ളത് അങ്ങയായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയാണ്. അത്രക്കും സ്നേഹത്തിന്റെ ലോകമാണ്, അതനുഭവിച്ചറിയണമേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നാഥൻ തൗഫീഖ് തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.